മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞ ഒരു കാര്യം ഒന്ന് ആവർത്തിക്കാം. വളരെയേറെ പ്രാധാന്യമുള്ള ഒരു കാര്യമായതുകൊണ്ടാണ്, വളരെ ലളിതമായിട്ടുള്ളൊരു കാര്യമായതുകൊണ്ടാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ലാത്തൊരു കാര്യമാണ്. അത് ചിലപ്പോൾ നമ്മളുടെ മനസ്സുകളിൽ നിന്നെല്ലാം മാഞ്ഞു പോവാൻ വളരെയധികം സാധ്യതയും ഉള്ളതാണ്. അതെല്ലാം ആയതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതൊന്നുകൂടി ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും 7 ചോദ്യങ്ങൾ ചോദിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ആവർത്തിക്കുന്നത്. ആ കാര്യം ഞാൻ ചെയ്യേണ്ടതുണ്ടോ? വൈ, എന്തിന് ചെയ്യണം? വെൻ, എപ്പോൾ ചെയ്യണം? വെയർ, എവിടെ വെച്ച് ചെയ്യണം? വാട്ട്, എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യാനുള്ളത്? ഹൂ ആം ഐ ടു ഡു ദാറ്റ്? ഫോർ ഹും ഷുഡ് ഐ ഡു, ആർക്ക് വേണ്ടിയാണ് ചെയ്യേണ്ടത്? ഹൗ ഷുഡ് ഐ ഡു? 7 ചോദ്യങ്ങൾ. വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ. ഈ 7 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ ഒരു 5 മിനിറ്റ് നിങ്ങൾ ചെലവഴിക്കുകയാണെങ്കിൽ പല അബദ്ധങ്ങളും ചെയ്യുന്നതിൽ നിന്ന് നമുക്ക് പിന്മാറാൻ സാധിക്കും. പല നന്മകളും നമ്മൾ ചെയ്യുന്നത് കുറേ കൂടി നന്മകളാക്കി മാറ്റാൻ സാധിക്കും. നെഗറ്റീവുകൾ കുറയ്ക്കാനും പോസിറ്റീവുകൾ കൂട്ടാനും ഈ 7 ചോദ്യം കൊണ്ട് നമുക്ക് സാധിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാനത് ആവർത്തിച്ച് പറയുന്നത്. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോഴും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ത് ചെയ്യണം? ശരിക്കും ഇരുന്നൊന്ന് ചിന്തിച്ചു നോക്കാം. ഇനി ഒരു പ്രശ്നം ഉണ്ടായില്ല എന്ന് വിചാരിക്കുക, ഏതെങ്കിലും കാര്യം ചെയ്യുന്നതിന് മുമ്പ്, പ്രശ്നമുള്ള കാര്യങ്ങളല്ല, എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ്, ടാക്സിയിൽ പോണോ, സ്കൂട്ടറിൽ പോണോ, കാറിൽ പോണോ, ബസ്സിൽ പോണോ, ട്രെയിനിൽ പോണോ, ഇങ്ങനെയുള്ളത് ചിന്തിക്കുമ്പോൾ പോലും 1 മിനിറ്റ് ഇരുന്ന് ചിന്തിക്കാം. സാധാരണ രീതിയിൽ നമ്മളിൽ പലരും പറയാറുണ്ട്, താൻ ഒന്ന് ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ അബദ്ധം പറ്റുമായിരുന്നില്ല. അപ്പോ അബദ്ധം പറ്റാൻ കാരണം പ്രവർത്തിച്ചതല്ല, ചിന്തിക്കാതിരുന്നതാണ്. നല്ലോണം ആലോചിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാൻ നമ്മുടെ ആൾക്കാർ പറയാറുണ്ട്. ശരിക്കും ബുദ്ധിപൂർവം എന്ന വാക്കിന്റെ അർത്ഥം എന്താ അറിയോ? പൂർവം ബുദ്ധി. പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ബുദ്ധിപരമായിട്ട് ചിന്തിക്കണം. ബുദ്ധിപൂർവം, അതാണ് ആ വാക്കിന്റെ അർത്ഥം. പ്രായശ്ചിത്തം, തെറ്റുപറ്റി കഴിഞ്ഞാൽ പിന്നീടാണ് പരിതപിക്കാൻ. പ്രായാഞ്ച പിന്നീട് എന്നുള്ള അർത്ഥമാണ്. പിന്നീട്. പശ്ചാത് താപം, പശ്ചാത്ത് എന്ന് വെച്ചാൽ പിന്നീട്, പശ്ചാത്തം വെച്ചാൽ പിന്നീട്, താപം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേദനിക്കുക, ദുഃഖിക്കുക, അല്ലെങ്കിൽ തെറ്റ് തിരുത്തുക, മനസ്സിലാക്കുക. പശ്ചാത്താപം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇപ്പോൾ ബുദ്ധിപൂർവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിന്തിക്കാം, ബുദ്ധി ഉപയോഗിച്ച് ചിന്തിക്കാം. വൈ ഷുഡ് ഐ ഡു, എന്തിന് ഞാനത് ചെയ്യണം? വെൻ ഷുഡ് ഐ ഡു, എപ്പോൾ ചെയ്യണം? ഇപ്പൊ ചെയ്യണോ? ഉച്ചയ്ക്ക് ചെയ്താൽ മതിയോ? വൈകുന്നേരം ചെയ്താൽ മതിയോ? അടുത്ത ദിവസം ചെയ്താൽ മതിയോ? വെയർ ഷുഡ് ഐ ഡു, ഏത് കാര്യം ചെയ്യുമ്പോഴും വീട്ടിലിരുന്ന് ചെയ്യാം, ഓഫീസിലിരുന്ന് ചെയ്യാം, യാത്ര ചെയ്യുമ്പോൾ ചെയ്യാം, ട്രെയിനിൽ ഇരിക്കുമ്പോൾ ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ ബാങ്കിൽ പോയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പം സമയം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് പോകുമ്പോൾ ATM ന്ന് പൈസ എടുക്കാൻ സാധിക്കും. അപ്പോൾ വെൻ ഷുഡ് ഐ ഡു, ഹൗ ഷുഡ് ഐ ഡു, അതെങ്ങനെയാണ് ചെയ്യേണ്ടത്? അപ്പോൾ വൈ ഷുഡ് ഐ ഡു, എന്തിനാ ചെയ്യേണ്ടത്? ഹു ആം ഐ ടു ഡു ദാറ്റ്, ഞാൻ തന്നെ ചെയ്യണോ? ഞാൻ ചെയ്യണം എന്ന് പറഞ്ഞ് ഞാൻ ഏറ്റെടുത്താൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ? ഞാൻ ആ പ്രവൃത്തി ചെയ്യുമ്പോൾ ആർക്കെല്ലാം ഗുണങ്ങളുണ്ടാവും, ദോഷങ്ങളുണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും, പ്രശ്നപരിഹാരം ഉണ്ടാവും? ഇങ്ങനെ നമ്മളൊന്ന് ചിന്തിച്ചു വിചാരിക്കാം. ശരിക്ക് ഓരോ കാര്യം നമ്മൾ ചെയ്യുമ്പോഴും, ഇപ്പം കാറ് എടുക്കാൻ പോകുന്നതിന് മുമ്പ്, ഡ്രൈവ് ചെയ്ത് എവിടേക്കെങ്കിലും യാത്രയ്ക്ക് പോകുന്നതിന് മുമ്പ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം സീറ്റിലിരുന്നൊന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ കാറിലേക്ക് കയറുന്നതിന് മുമ്പ് ആലോചിക്കുക, ഈ യാത്ര പുറപ്പെടുന്നതിന് മുമ്പ് ആലോചിക്കുക, അല്ലെങ്കിൽ തലേ ദിവസം എല്ലാം ആലോചിച്ച് എഴുതി വെക്കുക. എത്രയധികം നമുക്ക് പ്രയോജനപ്പെടുന്നൊരു കാര്യമാണ്. ഇതൊരു ഉപദേശ രൂപത്തിൽ പറഞ്ഞതല്ല. അത് പ്രയോഗിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവുന്ന ആ ടെൻഷൻ കുറവ്, കൺഫ്യൂഷൻ കുറവ്, അതൊന്ന് വിവരിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഏത് കാര്യം ഒന്ന് ശീലിച്ചു നോക്കാം, ഒന്ന് ഇരുന്ന് ചിന്തിച്ചു നോക്കാം. ഒരു ഹോസ്പിറ്റലിൽ പോകണം,
ഒരു 4-5 പേരോടെങ്കിലും വിളിച്ച് ചോദിക്കുക ഏതാണ് നല്ല ഡോക്ടർ. നല്ല ഡോക്ടറോട് ചോദിക്കുക ഈ വിഷയത്തിൽ നല്ല ഡോക്ടർ ആരാണ്. അല്ലെങ്കിൽ നല്ല കടയിൽ പോയി സാധനം വാങ്ങിക്കണം, ഏത് കടയിലാണ് നല്ലതുള്ളത്, ആരോടെങ്കിലും ചോദിക്കുക. ചില പ്രൊസീജിയറുകൾ നമ്മൾ ചെയ്യുമ്പോൾ ഏത് സ്ഥലത്ത് ചോദിക്കുകയാണ് ആ പ്രൊസീജിയർ ചെയ്യാൻ ആരെയാണ് അപ്രോച്ച് ചെയ്യുക, എവിടെ നിന്ന് ആരംഭിക്കുക, ആരോടെങ്കിലും ചോദിക്കാം. ഇതെല്ലാം പ്രീ തിങ്കിങ്ങിന്റെ ഭാഗവും കൂടിയാണ്. പ്രീ തിങ്കിങ്ങിന്റെ ഭാഗമാണ്. പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുന്നതിന്റെ ഭാഗമാണ് ഇതെല്ലാം. അങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് സംഭവിക്കാൻ സാധ്യതയുള്ള വലിയ വലിയ പ്രോബ്ലങ്ങള്, പ്രശ്നങ്ങള്, കൺഫ്യൂഷനുകള്, തെറ്റുകള് അതെല്ലാം ഒഴിവാക്കാൻ നമുക്ക് സാധിക്കും, വളരെയധികം സാധിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അങ്ങോട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേക്കും ഈ ഉത്തരങ്ങളിൽ തന്നെ അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും ചിലപ്പോൾ കറക്ഷനും വരുത്തേണ്ടി വരും. എവിടെയെല്ലാം സംസാരിക്കാതിരിക്കാൻ പറ്റുമോ അവിടെ എല്ലാം മൗനം പാലിക്കാനും പഠിക്കണം. എവിടെയെല്ലാം സംസാരിക്കണോ അത്യാവശ്യം മാത്രം സംസാരിക്കാം. എന്നാൽ സംസാരിക്കരുതെന്നല്ല, അത്യാവശ്യം മാത്രം സംസാരിക്കാം. അപ്പോ ചിന്തിക്കാനും സമയം കിട്ടും, കാര്യങ്ങൾ ചോദിച്ചറിയാനും സമയം കിട്ടും. അതുപോലെ തന്നെ ചെയ്യുന്ന പ്രവൃത്തിയിലെ തെറ്റുകളും കുറവുകളും വരാതെ ഇരിക്കാനും നമുക്കത് അവസരം തരും. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ജീവിതത്തിൽ ഒന്ന് നമ്മുടെ മനസ്സാകുന്ന പേഴ്സിനകത്ത് വെച്ചാൽ വളരെയേറെ പ്രയോജനപ്പെടും. ആരോട് എന്ത് ചർച്ച ചെയ്യുമ്പോഴും ആ കേൾക്കുന്ന വ്യക്തിയുടെ മുഖഭാവവും കൂടി ഒന്ന് മനസ്സിൽ വെക്കാൻ ശ്രമിക്കാം. അയാൾക്ക് നമ്മൾ പറയുന്നതിൽ കേൾക്കാൻ താല്പര്യമില്ല എങ്കിൽ അബ്രപ്റ്റ്ലി നിർത്തിയേക്കണം. ഞാൻ ഈ അടുത്ത കാലത്ത് എൻ്റെ മകനോട് കുറേ കാര്യങ്ങൾ ഇങ്ങനെ വീട്ടിലിരുന്ന് സംസാരിക്കുന്നതിനിടയ്ക്കൊക്കെ ഫോൺ കോൾ വരും അവന്. ആ ഫോൺ കോൾ വരുമ്പോൾ ഞാൻ അബ്രപ്റ്റ്ലി നിർത്തും. അവൻ ആ ഫോൺ കോളിൽ സംസാരിച്ച് കഴിഞ്ഞാൽ നേരത്തെ അച്ഛൻ പറഞ്ഞത് എന്താണെന്ന് ചോദിക്കില്ല. ചോദിക്കാത്തതൊന്നും പറയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതിനിടയ്ക്ക് ഫോൺ കോൾ വരുമ്പോൾ ആ ഫോൺ കോളിൽ സംസാരിക്കാനുള്ളത് സംസാരിച്ച് കഴിഞ്ഞ് നമ്മൾ പറയുന്ന വിഷയത്തോട് താല്പര്യമുണ്ടായിരുന്നു എങ്കിൽ ആ വിഷയത്തിലേക്ക് അവർ വരുമായിരുന്നു. വരാതിരിക്കാൻ കാരണം എന്താ? അത്രയും താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് താല്പര്യമില്ലാത്ത വ്യക്തികളുടെ അടുത്ത് നീട്ടി വലിച്ച് സംസാരിക്കുന്നത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനും നമ്മൾ പഠിക്കണം. ഇപ്പോൾ വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ എന്ന ചോദ്യങ്ങൾ ചോദിക്കാനും അതേപോലെ തന്നെ ധന്യമായിട്ട് നമുക്ക് പ്രവർത്തിക്കാനും ആ പ്രവൃത്തിയുടെ ഫലങ്ങൾ വിശകലനം ചെയ്യാനും ഇപ്പോൾ ബുദ്ധിപൂർവം പ്രായശ്ചിത്തം പ്രവർത്തിച്ച് കഴിഞ്ഞിട്ട് വിലയിരുത്താനും പ്രവർത്തിക്കുന്നതിന് മുമ്പ് ബുദ്ധി ഉപയോഗിക്കാനും നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഇന്നു മുതൽക്ക് നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ കുറേ സമയം ലാഭിക്കാം, ഊർജം ലാഭിക്കാം. അതേപോലെ തന്നെ കുറേ അധികം നമ്മളുടെ വേസ്റ്റായിട്ടുള്ള തിങ്കിങ് ഒഴിവാക്കാനും സാധിക്കും. എനർജി, ടൈം, ഒരു പരിധിവരെ മണി, സമ്പത്ത് പോലും, പൈസ പോലും നമുക്ക് ലാഭിക്കാൻ ചിലപ്പോൾ സാധിച്ചു എന്ന് വരും. പ്രയോജനപ്പെടട്ടെ. പ്രണാമം. നമസ്കാരം.